ശ്രീ എൻ ശ്രീകുമാർ അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ശ്രീ എൻ ശ്രീകുമാർ, നമുക്കൊരു ശരിയാണ്, ഇപ്പം ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എന്ത് കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇത് വലിയ ചെയ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്. അങ്ങനെ തന്നെ വിചാരിച്ച ഒരാളാണ് ഞാനും. പക്ഷെ കുറച്ചു മുമ്പ് ശ്രീ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നൊരു വിമർശനം ഉണ്ടായി. അദ്ദേഹം പറയുന്നത് തോന്നിയവാസം പറഞ്ഞാൽ അത് എടുത്തു മാറ്റപ്പെടും എന്നു തന്നെയാണ്. ഈ ചർച്ചയിൽ അങ്ങേക്ക് ആവശ്യമെങ്കിൽ അതൊരിക്കൽ കൂടി കേൾപ്പിക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അടക്കം 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്ത നൽകി. അത് രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് നൽകിയൊരു വാർത്തയാണ് എന്നൊരു വിമർശനം സ്വാഭാവികമായും വേണമെങ്കിൽ അങ്ങനെ പഴി ചാരണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷെ അപ്പോഴും അദ്ദേഹവും ഈ രണ്ടുപേരും ഒരുമിച്ചുള്ള ധാരാളം വീഡിയോകൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്കതല്ലല്ലോ ഇപ്പം. കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വിമർശനമാണ് മറ്റൊരു വാർത്ത. മത്സ്യത്തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ സർക്കാർ വീഴ്ചയെ വിമർശിച്ചുകൊണ്ടുള്ള ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയാണ് ഒന്ന്, പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയാണ് 2. അപ്പൊ ഈ 3 വാർത്ത മാത്രം എടുക്കൂ. എന്ത് തോന്നിയവാസത്തിൻ പേരിലായിരിക്കാം ഈ 3 വാർത്തകൾ നീക്കം ചെയ്തിട്ടുണ്ടാവുക? നോക്കൂ ശ്രീമതി മാധു, ഈ വാർത്താ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് നേരെ പത്രപ്രവർത്തനത്തിൽ വന്നുകൊണ്ട് 40-45 വർഷമായിട്ട് ഈ രംഗത്ത് തന്നെ ഉള്ള ഒരാളാണ്. ഇപ്പൊ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുന്നത് വാർത്താ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ അതിൽ ഞാൻ പെടുത്തുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ശ്രീമതി മാധു ഇപ്പൊ പറഞ്ഞു, ഇപ്പോൾ ഈ ചർച്ചയുടെ ആമുഖം ആയി ഇറക്കിയ കാർഡ് പോലും കാണാതായെന്ന്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം ആ കാർഡ് ഒരു നിരുപദ്രവമായ ഒരു കാർഡാണ്. അതൊന്നും മാറ്റേണ്ട ആവശ്യം എന്തായാലും നമ്മൾ ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലം നോക്കി ഞാൻ പറയുകയാണെങ്കിൽ അത് UDF ഗവൺമെന്റിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി VD സതീശനെതിരായിട്ടുള്ള ഒരുപാട് കാർഡുകൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോൾ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ച ഒരാള് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുമ്പോൾ ആ വാർത്താ മാധ്യമ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യില്ല. അത് മാത്രവുമല്ല, ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് മാറ്റാനായിട്ട് മെറ്റയോടെ ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നെ എങ്ങനെ മാറ്റപ്പെടുന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കട്ടെ. നാളെ എന്തായാലും മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി അത് വിശദീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ ഒരു കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമോ മാറ്റിയത് കൊണ്ട് കോൺഗ്രസിന് എന്ത് ഗുണമാണുള്ളത്, അല്ലെങ്കിൽ UDFന് എന്ത് ഗുണമാണുള്ളത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്ത് ഗുണമാണുള്ളത്? മാത്രമല്ല, ഈ കാര്യത്തില് ഇപ്പൊ ശ്രീമതി മാധു പറഞ്ഞ മാത്രമല്ല മാറ്റപ്പെട്ടിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ ഗവൺമെന്റിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലത്തീൻ കത്തോലിക്ക സഭയുടെ ബിഷപ്പ് ഗവൺമെന്റിന് അനുകൂലമായി പറഞ്ഞ കാര്യങ്ങളും ഈ നീക്കം ചെയ്യപ്പെട്ടതിലുണ്ട്. അപ്പൊ അത് നമ്മുടെ കാർഡല്ല, അത് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ കാർഡാണ്. ഇപ്പോൾ ഞാൻ ഈ തുടക്കത്തിൽ എണ്ണി പറഞ്ഞത് നമ്മുടെ കാർഡാണ്. അപ്പോഴും അവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് ശ്രീ എൻ ശ്രീകുമാർ. എന്താണെന്ന് അറിയാമോ? അത് മുഖ്യമന്ത്രിയുടെ ചിത്രമാണ്. ഡയറക്ഷൻസിൽ ഉൾക്കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള വാർത്തയോ വിമർശനവും ഉണ്ടായിരുന്നില്ല. അതിന്റെ ചോദ്യം ഈ കാർഡും നീക്കുമോ എന്നുള്ളതാണ്. ആ കാർഡും നേരത്തെ പറഞ്ഞതുപോലെ ഈ അനുഭാവം അർപ്പിച്ചുകൊണ്ടുള്ള അഭിനന്ദിച്ചുകൊണ്ടുള്ള കാർഡിലും ഒരു കോമൺ എലമെന്റ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ ചിത്രമാണ്. അപ്പോൾ ഒരുപക്ഷെ ആ ഡയറക്ഷൻ ഉൾപ്പെടുന്നത് അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ അത് സോർട്ട് ചെയ്തെടുക്കുന്നതിന്റെ, നമ്മൾ കീവേഡുകൾ ഉപയോഗിക്കുന്നത് പോലെ സോർട്ട് ചെയ്തെടുക്കുന്നതിന്റെ ഒരു കാറ്റഗറി മുഖ്യമന്ത്രിയുടെ ചിത്രമാകാം. നോക്കൂ ശ്രീമതി മാധു, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ നീക്കം ചെയ്യാൻ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ എന്തിനാ മുഖ്യമന്ത്രി അതിൽ പ്രതിക്കൂട്ടി നിർത്തുന്നത്? എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പരാതി കൊടുത്തുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുമില്ല. ഈ ചിത്രങ്ങൾ അടങ്ങിയ വാർത്തകളുടെ കാർഡുകളും വിവരങ്ങളും നീക്കം ചെയ്യപ്പെടുന്നു എന്നതാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ 24 മണിക്കൂറിനിടെ 11 വാർത്തകൾ തമസ്കരിക്കപ്പെടുന്നു. നമ്മുടെ സർക്കാരാണ് ആക്ട് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ സംസ്ഥാനത്തിലെ ഒരു മന്ത്രി പറയുന്നത് തോന്നിയവാസം കാണിച്ചാൽ നീക്കം ചെയ്യും എന്നതാണ്. അപ്പൊ അതാണ് പോളിസി എന്നത് വ്യക്തമാക്കുകയാണ് ആ മന്ത്രി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട എന്നതാണ്. അപ്പൊ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ. തോന്നിയവാസം കാണിച്ചാൽ മെറ്റ വാർത്തകൾ നീക്കം ചെയ്യും എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു അറിവുണ്ടായിട്ട് വേണമല്ലോ. ഞാൻ ഈ പറഞ്ഞ 3 വാർത്തകൾ, അതായത് ഈ ജോണിന്റെ മകൾ ജിജിയുടെ പ്രതികരണം, ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന 2 നേതാക്കളുടെ പ്രതികരണം,
ഇതൊക്കെ നീക്കം ചെയ്യുന്നത് വീഡിയോ അടക്കമാണ്, പിണറായി വിജയന്റെ വീഡിയോ അടക്കമാണ് നീക്കം ചെയ്യപ്പെട്ടത്. ഇതിലൊക്കെ എന്ത് തോന്നിയവാസമാണുള്ളത് മുരളീധരന്റെ ഭാഷയിൽ? നോക്കൂ ശ്രീമതി മാധു, നമ്മൾ ഈ ചർച്ചയുടെ, ഞാൻ പറയുന്നത് ഈ ചർച്ചയുടെ ഏതാണ്ട് ഒരു സന്ദേശം നൽകുന്നത് അത് UDF ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന എന്ന രീതിയിലാണ്. അതല്ല, UDF ഗവൺമെന്റ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ UDF ഗവൺമെന്റിന്റെ നയം മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ളതല്ല. കാരണം 10 വർഷം ഇവിടെ നമ്മൾ അനുഭവിച്ച ഒരു മാധ്യമ വിലക്കുണ്ട്. ഇപ്പോഴും ആ വിലക്ക് നിൽക്കുന്നുണ്ട് നിയമസഭയിലെ സെക്രട്ടേറിയറ്റിലെ പകുതി ഭാഗത്തും. അപ്പൊ അതൊക്കെ അനുഭവിച്ച ഒരാൾ, അത് അനുഭവിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ശ്രീ മുരളീധരൻ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാര്യമാണ്, വർത്തമാന പത്രങ്ങളുടെയോ ദൃശ്യമാധ്യമങ്ങളുടെയോ ശ്രാവ്യ മാധ്യമങ്ങളുടെയോ കാര്യമല്ല. സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ അതിൽ പ്രശ്നമുണ്ട്. വാർത്തകളുമായി ബന്ധപ്പെട്ട കാർഡ് നീക്കം ചെയ്ത ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. അപ്പോൾ ഞാൻ പറയട്ടെ ശ്രീമതി മാധു, ഞാൻ പറയട്ടെ. അതായത് നമ്മുടെ സമൂഹത്തിന്റെ അന്തസ്സിന് നിരക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യപ്പെടുമല്ലോ. അതിപ്പോ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീക്കം ചെയ്യപ്പെടും. നേരെ മറിച്ച് നമ്മുടെ ഈ ചർച്ചയുടെ ഗതി ആദ്യമേ തന്നെ ഞാൻ തിരിച്ചു വിട്ടു എന്ന് ശ്രമിക്കുക എന്ന രീതിയിൽ എടുക്കരുത്. ഇത് മുഖ്യമന്ത്രിയുടെ പരാതി പ്രകാരമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരാതി പ്രകാരമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആകപ്പാടെ ഒരു പരാതി കൊടുത്തത് അവർ കഴിഞ്ഞ 2 മാസം മുമ്പാണ്. അതെന്താ വെച്ചാല് ഇൻസ്റ്റാഗ്രാമിലുള്ള മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ പേജ് മുഖ്യമന്ത്രിയുടെ മാത്രമായിട്ട് തിരിച്ചു ലഭിക്കണം. കാരണം അതിൽ ചില വ്യാജന്മാരൊക്കെ കയറിയതായിട്ട് തോന്നിയുകൊണ്ട് അത് തിരിച്ചു ലഭിക്കണം എന്നുള്ള പരാതിയാണ് മെറ്റയ്ക്ക് കൊടുത്തത്. അതിന്റെ മറുപടി കിട്ടിയിട്ടുമില്ല. ഫേസ്ബുക്കിലാണെങ്കിൽ അതിന് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലുള്ള മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് അത് അവർക്ക് തന്നെ കിട്ടണം എന്നുള്ള പരാതിയാണ് ആകെപ്പാടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. അത് വളരെ കൃത്യമായിട്ട് പറയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ നാളെ മുഖ്യമന്ത്രിയോട് ചോദിക്കാമല്ലോ. ശ്രീകുമാർ, ഞാൻ ഈ ചർച്ചയിൽ ഒരിക്കലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കരുത്. ഈ ചർച്ചയിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു നിമിഷം, ഞാനും കൂടി പൂർത്തിയാക്കട്ടെ. ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു മലയാള മാധ്യമമാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും നമുക്ക് സംസ്ഥാന സർക്കാരാണ് ആക്ട് ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. അതിന്റെ മേൽ ഒരു മന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തോന്നിവാസം കാണിച്ചാൽ മെറ്റ നീക്കം ചെയ്യും എന്നാണ്. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അല്ലല്ല, തോന്നിവാസം കാണിച്ചാൽ മെറ്റ നീക്കം ചെയ്യുന്നുള്ളത് ഒരു സാധാരണ പറയുന്ന കാര്യമല്ലേ. അല്ലാതെ അദ്ദേഹം അങ്ങനെ പലതും സാധാരണയായി പറയാറുണ്ട്. കടലിൽ പോയാൽ കുറച്ച് താമസം ഉണ്ടാകും. പറയട്ടെ ശ്രീമതി മാധു, അതായത് ഇതൊരു അക്കാഡമിക് കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, അതായത് വാർത്താ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു പരിപാടി UDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല, ഉണ്ടായിട്ടുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ചില സോഷ്യൽ മീഡിയയിലുള്ള ചില കാര്യങ്ങൾ അതിപ്പോ ആരായാലും നീക്കം ചെയ്യപ്പെടുമല്ലോ, അതിന് പരാതിയും കൊടുക്കാം. ഇനി ആരെങ്കിലും പരാതി മുഖ്യമന്ത്രിയുടെ ഇപ്പൊ താങ്കളുടെ നമ്മൾ ഈ ചർച്ചയ്ക്ക് ആധാരമായ ഒരു കാർഡ്, ആ കാർഡിൽ എന്താ പ്രശ്നമുള്ളത്? അത് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം. നാളെ ഗവൺമെന്റ് തന്നെ അക്കാര്യത്തിൽ അന്വേഷിച്ചിട്ട് മറുപടി കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞ നാളെ മന്ത്രിസഭാ യോഗം നാളെയാണല്ലോ, ഇന്ന് നടന്നില്ലല്ലോ. അപ്പൊ നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുമ്പോൾ അക്കാര്യം വ്യക്തമാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ VD സതീശന്റെ കാര്യം പറഞ്ഞേ, മുഖ്യമന്ത്രി VD സതീശനെതിരെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അദ്ദേഹം അത് തനിക്കെതിരായിട്ടുള്ള നീക്കമായി കണ്ടിട്ട് നമ്മുടെ വാർത്താ മാധ്യമ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലം കിടുന്ന ഒരു പരിപാടിക്ക് പോവില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരുപാട് കാർഡുകൾ കണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെതിരെ പ്രതികരിച്ച ഒരാളാണ് മുഖ്യമന്ത്രി. ഈ ചർച്ചയിൽ അത് 3ാമത്തെ തവണയാണ് പറയുകയും ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് എല്ലാവരും ധരിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഒരു നിമിഷം കാര്യം പറയൂ ശ്രീമതി മാധു, കാര്യം പറയൂ. എന്ത് നമ്മളിപ്പോ ഈ ചർച്ചയുടെ ഞാൻ ഗതി പറഞ്ഞല്ലോ, അതായത് നമ്മൾ അദൃശ്യമായി പറയുന്ന എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കുറ്റപ്പെടുത്താതെ അദൃശ്യമായി പ്രതികൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് കേരള ഭരണത്തെയാണ്. ഇല്ലില്ല, അത് നമ്മൾ തലയിൽ തപ്പി നോക്കുന്നത് പോലെയാണ്. ഞാൻ ഒരു വരിയും പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ലില്ല, ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ് എന്നതാണ് ചോദിക്കേണ്ടത് എന്നതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അതിൽ ഒരു മിനിറ്റ്, അതിൽ മെറ്റ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ലീഗൽ ആയിട്ടുള്ള അപേക്ഷയുടെ പേരിൽ തന്നെയാണ് അങ്ങനെയൊന്നും ഉണ്ടാകുന്നത് എന്ന്. യെസ്, അപ്പോൾ അങ്ങനെ ലീഗൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന ഏജൻസികളെ മുഴുവനുമാണ്. അത് എന്താണ് താല്പര്യം? ഞാൻ നോക്കൂ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം മെറ്റയിൽ അദ്ദേഹത്തിന്റെ വീഡിയോ നീക്കം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചു, വിളിച്ചു വരുത്തി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു, തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ അടക്കം അതിനകത്തുണ്ട് എന്നതുപോലും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. എവിടെ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ അടക്കമാണ് എന്നതാണ് എന്റെ. ഞാൻ അതാ പറഞ്ഞത്, അതായത് ഞാൻ പറഞ്ഞതാണ്, അതായത് മുഖ്യമന്ത്രിയുടെ ചിത്രമുണ്ട്. അതുപോലെ താങ്കൾ ഈ അതിന്റെ ആമുഖമായി പറഞ്ഞ 4 കാര്യങ്ങൾ, 4-5 കാർഡുകളുടെ കാര്യം മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഈ ചർച്ച കേൾക്കുന്ന
പക്ഷേ ഇത് അല്ലല്ല, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഈ പറയുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. മറ്റു വാർത്തകൾ കൂടി റെസ്ട്രിക്ട് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് എത്ര ഗുരുതരമാണ് എന്നതാണ് എന്റെ ചോദ്യം. മാത്രമല്ല, ഞാൻ ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. അതായത് ഞാൻ പറയുന്നത്, അങ്ങനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നത്. അതായത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പരാതിയും മെറ്റയ്ക്ക് കൊടുത്തിട്ടില്ല, ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഒരു മിനിറ്റ് നിൽക്കൂ, ഒരു മിനിറ്റ്. പിന്നെ ഇത് എങ്ങനെ നീക്കം ചെയ്യപ്പെടുന്നു? അത് നാളെ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രിയെ പറയേണ്ടത്, അല്ലാതെ നമ്മൾ ചർച്ചയിലല്ലോ പറയേണ്ടത്. അത് ഒരു മന്ത്രിയുമല്ല പറയേണ്ടത്, മുഖ്യമന്ത്രിയാ പറയേണ്ടത്. അത് നാളെ അതിന് കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രി നൽകും. അതുവരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയുന്നത് വ്യക്തമായി പറയുന്നു. വാർത്താ മാധ്യമ സ്വാതന്ത്ര്യത്തിലെ ദേശീയ തലത്തിൽ നാഷണൽ ഹെറാൾഡ് കേസ് അറിയാമല്ലോ. നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പൊ മാധവന്റെ ഈ സൂചന അത് തന്നെയാണ്. നാഷണൽ ഹെറാൾഡ് കേസിന് പ്രതിക്കൂട്ടിലായ കോൺഗ്രസ് ആണ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യ ഒരു കോൺഗ്രസ് ആണ്. ആർപ്പാട് ചൂണ്ടിക്കാണിക്കാവുന്ന അടിയന്തരാവസ്ഥ മാത്രമാണ്. പറയുന്നു വാർത്താ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടുന്ന ഒരു പരിപാടിയും കേരളത്തിൽ നടക്കില്ല, നടന്നിട്ടുമില്ല. ഓക്കെ, ശരി, അങ്ങ് പൂർത്തിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ സൂചന നൽകിയത് എന്താണ്? അതൊക്കെ കണ്ടവരാണ് നമ്മൾ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു എന്നതാണ്. അതിൽ ഒരു സൂചനയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കണ്ടന്റ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള റെഗുലേഷനെ കുറിച്ച് ടി.ജി. മോഹൻദാസ് ഇന്ത്യയിലെ യുവത്വവുമായി ബന്ധപ്പെട്ട് ഇത്രയും അധിക്ഷേപകരമായ പരാമർശം നടത്തി 11ാമത്തെ ദിവസം അറസ്റ്റിലാകുന്നത് വരെയും ആ കണ്ടന്റ് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1 മണിക്കൂർ തികച്ചില്ല ഞാൻ ഈ ഡിബേറ്റുമായി ബന്ധപ്പെട്ട ഒരു കാർഡ്. അപ്പോൾ ജാഗ്രതയുടെ അളവ് തൂക്കങ്ങൾ എങ്ങനെ എന്നത് ഒന്നാമത്തെ കാര്യം. ഡിബേറ്റ് വിത്ത് മാധു സജി.